ഇവനീ പറയുന്നൊക്കെ നേരാന്നോടി. അങ്ങനെ ഓടിപ്പോയെന്നുള്ളതൊക്കെ സത്യവാ. ഷവറാണോ പൈപ്പാണോ എന്നൊന്നും എനിക്കറിയാം. അച്ഛൻ പേടിക്കണ്ട. ഒരു മാസം കഴിയുമ്പോ ഏതെങ്കിലും പാർക്കിൽ അച്ഛനും നിൽക്കാൻ ഷവറായിട്ട്. സുധാകരൻ എന്തൊക്കെ ചെയ്തിട്ടുണ്ടെന്ന് അറിയാവോ ഇവര്? അറിയാവോന്ന്? അതൊക്കെ ഇല്ല മോനെ, ഞാനൊരു കാര്യം പറയട്ടെ. എന്ത്? നിന്റെ നാക്കൊന്ന് നീട്ടിക്ക്. എന്തിന്? ഒരു ചൂലം കുത്തിയിറക്കാനോ? എന്തിന്? കുടുംബം ചീത്തയാക്കി ഇവര് നശിപ്പിക്കും. അച്ഛാ, സുധാകരൻ എന്ന് പറഞ്ഞ പാവം പിടിച്ചവനാണ്. അവൻ ആദ്യമായിട്ട് ലൈഫിന്റെ പെര കിട്ടിയപ്പോ ആ പൈസ എടുത്ത് പൂജ നടത്തിയാണ് ഇവർ ആദ്യം. അവൻ എവിടെ പോയി പെങ്കൊച്ചിനെ പിടിച്ചോണ്ട് വന്ന് ആ കൊച്ചിനെ ഒറ്റ ദിവസം കൊണ്ട് ഇവർ ഓടിച്ചു വിട്ട് അതിന്റെ മനോവിഷമത്തിൽ അവൻ തിന്നാതെ കുടിക്കാതെ ഒരു മാസം വീട്ടിൽ കിടന്ന്. അതിനിവരെന്താ ചെയ്തെന്നറിയാവാ? രാത്രി കട്ടിലേ കിടന്നുറങ്ങിയ സുധാകരന്റെ കാല് രണ്ടും കൂടെ കെട്ടി തൂക്കിയിട്ട് ആട്ടി. എന്നിട്ട് അവനോട് പറയാം, നിന്റെ ദേഹത്ത് ബാധ കയറിയിരിപ്പുണ്ട്, അത് ആ പെങ്കൊച്ച് പോയെന്ന്. അവൻ എന്റെ പൊന്നു കൊച്ചാട്ട, ഇതങ്ങനൊന്നും അല്ല. ഞാൻ എന്റെ കുഞ്ഞുങ്ങളെ നന്മയ്ക്ക് വേണ്ടി ഓരോന്നൊക്കെ ചെയ്ത അവടെ നന്മയ്ക്ക് വേണ്ടിയാണ് അവളതൊക്കെ ചെയ്യത്തുള്ളൂ. ഞാൻ അവളെ വിളിക്കാൻ വേണ്ടി ആ വീട്ടിൽ ചെന്നതാ. വീട്ടിൽ ചെന്ന കുഞ്ഞാ നീ വാ വീട്ടിൽ പോവാന്ന് പറഞ്ഞ് വിളിച്ചതാ. അവര് വന്നില്ല. അവന് ഞാൻ എന്താ ചെയ്യും? ആര് വിളിച്ചെന്ന്? ഞാൻ വിളിച്ചു. ആ കഥയും സുധാകരൻ എന്നോട് പറഞ്ഞ്. പെണ്ണിന്റെ വീട്ടിൽ ഇവര് പോയായിരുന്നു. ചെന്ന ഉടനെ ഇവരെന്താ ചെയ്തെന്നറിയാമോ? അവിടെ കിടന്ന വിറകെല്ലാം കൂടെ വീടിന്റെ മുമ്പിൽ വാരി കൂട്ടിയിട്ട് ക്യാമ്പ് ഫയർ പോലെ തീയിട്ട്. അപ്പൊ അവര് വന്ന് ചോദിച്ചു, എന്താന്ന് ചോദിച്ചാ പറയാം, ഹോമം ചെയ്യാന്ന്. വീടിന് തീ പിടിക്കുമെന്ന ഘട്ടം വന്നപ്പോ പെണ്ണിന്റെ അച്ഛൻ ഇറങ്ങി ഓടുമായിരുന്നു. ഓടുന്ന അയാളോട് പറയാം, നിങ്ങളുടെ മോളെ ഞാൻ വീട്ടിൽ തിരിച്ചോണ്ട് പോണമെങ്കിൽ അയാളുടെ പിരികത്തിനകത്ത് ശൂലം കയറ്റണമെന്ന്. അയാൾ ഞെട്ടി അകത്തോട്ട് ഒറ്റ ഓട്ടമായിരുന്നു. അപ്പൊ ഇവര് കയ്യിലിരുന്ന ശംഖ് കറക്കി അയാളുടെ ഉച്ചക്ക് ഒറ്റ അടി. എന്നിട്ടാ അച്ഛൻ എന്ത് ചെയ്യടാ ഇപ്പൊ? ഫ്രണ്ട്സ് സിനിമയിലെ ജയറാം ഇരിക്കുന്നവര് ഒരു മുറിക്കകത്ത് കയറി ഇരിക്കുന്നെന്നാ ഞാൻ അറിഞ്ഞത്. അയാൾക്കിപ്പൊ വെളിച്ചം പേടിയാന്ന്. ഇതൊന്നും വിശ്വസിത്തൊക്കെ കെട്ടിച്ചമ്മച്ച കഥകളായത്. ഞാൻ പറഞ്ഞേക്ക്, നമുക്ക് വേറൊരു സ്ഥലം വരെ പോകണം. 2-3 ദിവസം കഴിഞ്ഞ് നമ്മൾ വരത്തുള്ളൂ. ആദ്യം നമുക്ക് തിരുപ്പതി വരെ ഒന്ന് പോകണം. അവിടെ ചെന്ന് ഈ തലയൊന്ന് മുണ്ടനം ചെയ്യണം. എന്നിട്ട് പുള്ളി കൊത്തിയിട്ട് ദേഹമാസകലം നമ്മൾ നെയ് പുരട്ടിയിട്ട് തീക്കനല്ലാത്തിട്ട് ഉരുട്ടി ഇനി തിരിച്ചു വരുമ്പോ ഇവന്റെ ദേഷ്യവും മാറും, ഇവിടുത്തെ ദോഷവും മാറും. കേട്ടോ, ഞങ്ങൾ എന്നാ ഒന്ന് പോയിട്ട് വരാം. അതാ നല്ല. പോയിട്ട് തിരിച്ചു വരുന്നത് എന്റെ അച്ഛനായിട്ടായിരിക്കത്തില്ല, പിന്നെ അൽഫാമായിട്ടായിരിക്കും. ചെല്ലപ്പൻ അൽഫാം. പോയി ചെന്ന് കേറി കൊടുക്ക്. അവര് പണി തുടങ്ങിയിട്ടുണ്ട്. ഇപ്പൊ ഇറങ്ങിക്കോണം എന്റെ വീട്ടിൽ നിന്ന്. എന്റെ വീട്ടിൽ നിന്ന് ഇറങ്ങണമെന്ന്. ദാക്ഷായണിയല്ല, നിങ്ങൾ ഇപ്പൊ ഇറങ്ങിക്കോണമെന്ന്. വേറെ വല്ല പണി നോക്കും. വേറെ പണി നീ ആരോടാ പറയുന്നത് ഇറങ്ങാൻ? നീ വേറെ പണി നോക്കടാ. നിങ്ങൾ ഇവിടെ ജീവിക്കുന്ന എനിക്ക് ഇഷ്ടമല്ല. മിണ്ടും ഞാൻ. നിങ്ങൾ ഇവിടെ ജീവിക്കുന്നത് എനിക്ക് ഇഷ്ടമല്ല. ഞാൻ ജീവിക്കുന്നത് എനിക്ക് ഇഷ്ടമല്ലയോ? ഇഷ്ടമല്ല. ഞാൻ ഒരു കാര്യം ചെയ്യും, നീ എങ്ങോട്ടല്ലേ ഇറങ്ങിപ്പോ, ഞങ്ങൾ സ്വന്തമായിട്ട് ജീവിക്കട്ടെ. ഒരുമാതിരി മറ്റൊരു പരിപാടി ഇപ്പൊ ഇറങ്ങിക്കോണം.